കാഫിർ സ്ക്രീൻഷോട്ട് കേസിന്റെ അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്ന് പോലീസ്. നിരവധി മൊബൈൽ ഫോണുകൾ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ചു. ഫോറൻസിക് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഉറവിടം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് കോഴിക്കോട് റൂറൽ എസ്പിയുടെ റിപ്പോർട്ട്. ഡിജിപിക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. കേസിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ആര്യ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടകരെ ഒന്നാകെ ഇളക്കി മറിച്ചതാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. സമൂഹത്തിൽ ഒരു ചേരിവ് തിരിവുണ്ടാക്കുന്ന നിലയിലേക്ക് വരെ ഈ വിവാദം മാറുകയും ചെയ്തു. പിന്നാലെ പോലീസ് കേസെടുക്കുന്നു, അന്വേഷണം ആരംഭിക്കുന്നു. ആദ്യഘട്ടത്തിൽ LDF ആണ് പരാതി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ പിന്നീടുള്ള അന്വേഷണത്തിൽ ചില ഇടത് ഗ്രൂപ്പുകളിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് എന്നൊരു കണ്ടെത്തലിലേക്ക് കൂടി പോലീസ് എത്തിയിരുന്നു. എന്നാൽ അപ്പോഴും ഇതിൻ്റെ ഉറവിടം എന്താണ്, എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് കോടതിയിൽ പോലീസ് ഈ കേസ് അവസാനിപ്പിക്കുന്നു, അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നൊരു റിപ്പോർട്ട് നൽകുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് കുറ്റ്യാടി MLA ആയ പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കാണുകയും ഇതിലൊരു പുനരന്വേഷണം ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് DGPയോട് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടുകയും ചെയ്തത്. നിലവിലിപ്പോൾ കോഴിക്കോട് റൂറൽ SP ഒരു റിപ്പോർട്ട് DGPക്ക് നൽകിയിട്ടുണ്ട്. അതിൽ വ്യക്തമാക്കുന്ന കാര്യം ഇങ്ങനെയാണ്: കേസ് അവസാനിച്ചിട്ടില്ല, പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്, അന്വേഷണത്തിലാണ് പോലീസ് എന്നാണ് റൂറൽ SP പറയുന്ന കാര്യം. നിരവധിയായ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചു. ഫോണുകളിൽ പലതും ഫോറൻസിക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശോധനകളിലെല്ലാം ഒരു ഫോർവേഡ് മെസ്സേജ് എന്ന നിലയിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ പലതും ലഭിക്കാനുണ്ട്. അങ്ങനെ ലഭിച്ചു കഴിയുമ്പോൾ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് നിലവിലിപ്പോൾ DGPക്ക് കോഴിക്കോട് റൂറൽ SP നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണിപ്പോൾ: ഈ കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ആ അന്വേഷണം നിലവിലേതായാലും പോലീസ് അവസാനിപ്പിച്ചിട്ടില്ല. അതിൻ്റെ പുറകിൽ തന്നെയാണ് പോലീസ്. അതിൽ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഉറവിടം എന്താണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിൽ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ അതിലൊരു വ്യക്തതയുണ്ടാവുകയുള്ളൂ. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ടിൽ കൂടി ഈ ഭരണമാറ്റത്തിന് പിന്നാലെ ഒരു പുനരന്വേഷണം ഉണ്ടാവുകയാണ്. അതിലൊരു SIT ഉൾപ്പെടെ രൂപീകരിച്ച അന്വേഷണത്തിലേക്ക് കടക്കും എന്നൊരു നീക്കത്തിലേക്ക് കൂടിയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തത്.